സംസ്ഥാനത്ത് മത്സ്യവില കുത്തനെ ഉയരുന്നു. കേരള തീരത്ത് മത്സ്യലഭ്യത കുറഞ്ഞതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മത്സ്യം വിപണിയിൽ എത്താത്തതുമാണ് വില ഉയരാൻ കാരണം. വരും ദിവസങ്ങളിൽ മത്സ്യവില ഇനിയും കൂടുമെന്നാണ് സൂചന. കേരള തീരത്തു നിന്നും മത്സ്യലഭ്യത കുറഞ്ഞതും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യവരവും കുറഞ്ഞതോടെ മത്സ്യമേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വിപണിയിലെത്തുന്ന മത്സ്യത്തിനാകട്ടെ വൻ വിലയാണ് നൽകേണ്ടി വരുന്നത്. കായൽ മത്സ്യങ്ങളുടെ ലഭ്യതയിൽ വന്ന കുറവും ഈ മേഖലയ്ക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. മത്സ്യബന്ധന യാമങ്ങളധികവും കരയിൽ വിശ്രമത്തിലാണ്. ചെറു ബോട്ടുകളിലും തോണിയിലും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ലഭിക്കുന്ന മത്സ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രാദേശിക വിപണിയിൽ എത്തുന്നത്. മത്സ്യമേഖലയിലെ ആളുകൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് വരുമാനമില്ലാത്തതിന്റെ പേരിൽ. മറ്റുള്ള മേഖല പോലെയല്ല, എടുത്തു വെച്ച് സാധനം എടുത്തുകൊണ്ടിരില്ല. കടലിൽ നിന്ന് ഭാഗ്യം കൊണ്ട് കിട്ടുന്ന മീനും കുറവ്. ഒരു ദിവസം ചെലവും വെച്ച് വെക്കുമ്പോൾ 20,000 കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ടാണ് ഇവിടെ ഇപ്പോൾ തുടങ്ങിയത്. എല്ലാ ബോട്ടുകളും 1 ലക്ഷത്തിൽ മേലെ കടങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ചാള കിലോ 200, അയില 260, നെയ്മീൻ 650 തുടങ്ങിയ പൊള്ളുന്ന വിലയാണ് വിപണിയിൽ. മത്സ്യക്ഷാമം രൂക്ഷമാകുമ്പോൾ മംഗലാപുരം, തമിഴ്നാട് എന്നിവിടങ്ങളെയാണ് വിപണി ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതും ലഭ്യമാകാതായതോടെ മത്സ്യവില ക്രമാതീതമായി ഉയരുകയാണ്. പച്ച മത്സ്യം കിട്ടാത്തത് ഉണക്ക മത്സ്യത്തിന് ആവശ്യക്കാരേറെയാകാൻ കാരണമായി. ഷഹീർ ഗുരുവായൂർ, റിപ്പോർട്ടർ, തൃശൂർ.